അപ്പോൾ ഗായ്സ് വെൽക്കം ടു മൈ വീഡിയോ. ഇതാ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഇതാ പോസ്റ്റ് ചെയ്ത കണക്ക് തന്നെ ഞാൻ ഇതാ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. കമ്മിങ് ബാക്ക് ഗൈസ്. ഇതാ നമ്മളിപ്പോൾ എത്ര നാളുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് യൂട്യൂബിലേക്ക്. ഇത്ര നാളെയും ഇത് വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. എന്നാലും ഇതാ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതാ റേസ് മാക്സ് പ്രോ എന്ന ഗെയിമിലൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എൻ്റെ ഗ്യാരേജിനെ പറ്റിയും ഗ്യാരേജിലുള്ള വണ്ടികളെ പറ്റിയും. നമ്മൾ ഫസ്റ്റായിട്ട് നമുക്ക് കിട്ടിയ വണ്ടികൾ എന്ന് വെച്ചാൽ ഈ വണ്ടിയെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയാണ്. ഈ ഒരു വണ്ടി നമുക്ക് ആദ്യമേ തന്നെ ഒരു ഇത് കിട്ടുന്നതാണ്, ഒരു ഓപ്ഷൻ തരും. അതിനകത്ത് ഏതെങ്കിലും ഒരു വണ്ടി എടുക്കാൻ. ഈ വണ്ടി നമ്മൾ രണ്ടാമത്തെ കരിയർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ കിട്ടിയതാണിത്. അതിനുശേഷം നമുക്ക് ഒരു നിസാൻ GTR അല്ല കിട്ടിയത്, വേറൊരു കാറാണ് കിട്ടിയത്. നമ്മുടെ സെക്കൻഡ് ഗ്യാരേജിലാണ് കിടക്കുന്നത്. അപ്പോൾ പക്ഷേ ആ സെക്കൻഡ് ഗ്യാരേജ് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ തന്നെ കിട്ടുന്നതായിരിക്കും. സെക്കൻഡ് വീഡിയോയുടെ ഫുൾ ഇതും നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ തരാം. പക്ഷേ ഇപ്പോൾ നമുക്കിനി അടുത്തതായി ഇന്നത്തെ ഫുള്ള് റേസിംഗ് വീഡിയോ ആണ് ഗൈസ്. ഇന്ന് നമ്മുടെ നിസാൻ GTR ഇട്ടുള്ള ഒരു റേസിംഗ് വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് റേസിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നമുക്കപ്പോൾ ഈ ഒരു റേസ് മോഡാണ് നമ്മൾ കളിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് റേസ് ചെയ്യാം. അതിനും ഒരു കൂടെ ഉണ്ടായിരുന്ന കാറ് എവിടാന്ന് പോലും കണ്ടില്ല ഗൈസ്. നമ്മളെ വെറും 4 സെക്കൻഡോ മിനിറ്റോ എത്ര കണ്ടേ എടുത്തുള്ളൂ. അതും വളരെയധികം വേഗതയിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു റേസ് നമ്മൾ തീർത്തത്. ഒരു സ്ട്രീറ്റ് റേസ് ആണെങ്കിൽ നിങ്ങളെ കാണിക്കാം. ഈ വണ്ടിയുടെ പെർഫോമൻസ് നല്ല സൂപ്പർ കാറാണ്. ഇതിനകത്ത് ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ളൊരു കാറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് A ക്ലാസ്സിൽ മാത്രമേ, അങ്ങനെ ഓരോരോ ടെറൈനിൽ മാത്രമേ പ്രത്യേകിച്ച് ചെറിയൊരു ശ്രദ്ധ പോയി, അതുകൊണ്ടാണ് ഞാൻ ഇടിച്ച് കയറിയത്. അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഗെയിം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിം എടുക്കാവുന്നതാണ്. നല്ല സൂപ്പർ ഗെയിമാണ്, ഞാൻ ഇപ്പോഴേ പറഞ്ഞു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഇതിനകത്ത് കിട്ടുന്നത് ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് ഒരു ഇവൻറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ നാളായിട്ട് തീരാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും തീർന്നിട്ടില്ല. 8ാമത്തെ സീസണാണ്. പിന്നെ ഇതിനകത്ത് കുറേ സംഭവങ്ങൾ നമുക്ക് ക്യാഷ് പ്രൈസ് ആക്കിയത് എന്തേലും ആട്ടെ. എന്നിട്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതുമാത്രമല്ല കസ്റ്റമൈസേഷനും ഉണ്ട്. ഞാൻ ഈ ഒരു വണ്ടി കസ്റ്റമൈസ് ആക്കിയിരിക്കുന്നത്. ഇഷ്ടംപോലെ ഏതൊക്കെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ഇതിന് റേറ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാത്തിനും 7,850 അതാണ് അതിൻ്റെ സെയിം റേറ്റ്. നമ്മുടെ നമുക്ക് ഇതൊക്കെ ടയറൊക്കെ നമുക്ക് ഏത് വേണമെങ്കിലും രീതിയിലാക്കിയിടാം. ഈ ചരിച്ച് വേണമെങ്കിൽ വെക്കാം, നേരെ ഇങ്ങനെ ഏത് വേണമെങ്കിലും രീതിയിലിടാം. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു ഗെയിം എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം.
ഞാൻ ഈ ഒരു മോഡ് ഇട്ടാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പറയുക. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വണ്ടി മോഡിഫൈ ചെയ്യേണ്ടതെന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ വേറൊരു കാറുണ്ട്. ഞാൻ ഇതുപോലൊക്കെ മോഡിഫൈ ചെയ്തത് പക്ഷേ അതാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളൊരു കാറുണ്ട് ഈ ഗ്യാരേജിൽ കിടക്കുന്നതിൽ. അപ്പോൾ ഈ ഒരു കാറാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ. 542 VP ആണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നല്ല കർവ്ഡ് ടയറൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കതങ്ങോട്ട് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കൊള്ളാം, സൂപ്പറാണ്. നല്ല സ്പീഡ് പെട്ടെന്ന് കയറും ഗൈസ്. ഞാൻ പറഞ്ഞ ഗ്യാരേജ് എന്ന് പറയുമ്പോൾ ഈ നെക്സ്റ്റ് ഗ്യാരേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അതിനകത്ത് നമ്മൾ ആ ഒരു ഗ്യാരേജ് ആയിരിക്കും അടുത്ത വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലെയറിൽ എൻ്റെ ID തരാം. നിങ്ങൾക്ക് വേണ്ടവർക്ക് കൂടെ ഫ്രണ്ട് റിക്വസ്റ്റ് ഇടുക. അതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരു റേസും കൂടെ ചെയ്ത് നോക്കാം ഗൈസ്. ഇപ്പോൾ അടുത്ത റേസ് ഏതാ സ്കിൽ ഇവൻ്റ് വേണ്ട. അടുത്ത റേസ് ഗൈസ് ഇത് ഡ്രിഫ്റ്റാണ്. അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല, എന്നാലും നമുക്കിത് കളിക്കാം. ഇതിലും ഡ്രിഫ്റ്റാണ് ഗൈസ്. എല്ലാം ഒരു പോണക്കാം. എന്തായാലും പോട്ടെ. ഇതിനകത്ത് റാലി ഗെയിമുള്ളത്. ഇത് റാലിയാന്ന് തോന്നുന്നു. സ്ട്രീറ്റാണ്. പിന്നെ ഇത് ഡ്രിഫ്റ്റ് സ്ട്രീറ്റ്. നമുക്കിപ്പോൾ ഒരു സ്ട്രീറ്റ് റേസ് കളിക്കാൻ, എന്നിട്ട് നമുക്ക് ബാക്ക് ഇറങ്ങാം. ഒറ്റക്കൊട്ട സ്ട്രീറ്റ് റേസാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ആകെ ഇപ്പോൾ ഈ ഒരു വണ്ടി ഉണ്ട്, അതുമാത്രം ഈ ഒരു വണ്ടിയുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഈ ഒരു അപ്പോൾ അങ്ങനെയുണ്ട് നമ്മളെ 410 ഇതുള്ള വണ്ടി GT-R. അപ്പോൾ ഒരു GTയുടെ ഏതോ ഒരു ഫ്രോഡിൻ്റെ വണ്ടി നമ്മളെ പുറകിലുണ്ടായിരുന്നു. പക്ഷെ അതെപ്പോഴാണ് ജയിച്ചതെന്ന് ഞാൻ കണ്ടില്ല. എന്തായാലും നമ്മൾ ജയിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും സമയം തന്നതിൽ നിങ്ങൾക്ക് നന്ദി പറയുന്നു. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഗൈസ്. താങ്ക് യു.